തീർച്ചയായും സതീഷ് കൃഷ്ണയിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ നമ്മളോട് സംസാരിച്ചു. പ്രിയപ്പെട്ട അർജുൻ നമുക്ക് മിസ്സായതിനു ശേഷം ഓരോ കേരളീയർക്കും സുപരിചിതമായ ഒരു മുഖമാണ് പ്രിയപ്പെട്ട സതീഷ് കൃഷ്ണയിൽ. അദ്ദേഹം ഞാനിവിടെ തീർച്ചയായും എല്ലാ ചാനലുകളിലും ഇത് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മലയാളിയും ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അദ്ദേഹത്തോടാണ്. ഞാനിവിടെ ഇന്ന് വന്ന പുതിയ ചർച്ച, ഇത് നമ്മൾ 3:30 മണിക്ക് ഞാനും വളരെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങോട്ട് വരും, ഇടയ്ക്കൊന്ന് പുറത്ത് പോയാൽ വീണ്ടും തിരിച്ചു വരും. ആ രീതിയിലാണ് മീറ്റിംഗ് മറ്റുണ്ടെങ്കിൽ മാത്രമേ അങ്കോലയിലെ കൺട്രോൾ റൂമിലൊന്ന് പോയി ഇരിക്കാറുള്ളൂ. ഇന്ന് 3:30 മണിക്ക് നിർത്തി എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ കേരളത്തിലെ 2 MLA മാർ, കല്യാശ്ശേരി MLA വിജിനും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ MLA M രാജഗോപാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടനെ എന്നോട് വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് DC-യും ഇവിടുത്തെ MLA-യും നിർത്തി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ വരുമ്പോൾ ഇവിടുത്തെ ഫിഷറീസ് മിനിസ്റ്റർ ബാങ്കാള വൈദ്യ എന്ന് പറയുന്ന ഫിഷറീസ് മിനിസ്റ്റർ കൂടി ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ MLA-മാരെയും കൂട്ടി മന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. സതീഷ് കൃഷ്ണയിൽ MLA-യോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നിർത്തി എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇന്ന് ഈശ്വർ മൽപെ 2-3 പ്രാവശ്യം മുങ്ങുമ്പോൾ അദ്ദേഹം അപകടാവസ്ഥയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ താൽക്കാലികമായി അദ്ദേഹം 3 മണിക്കൂർ ദൂരം ഏത് കോള് വിളിച്ചാലും എത്തുന്ന രീതിയിലാണുള്ളത്. വെള്ളത്തിൻ്റെ ആ ഒരു വേഗത കുറയുന്നില്ല. മനുഷ്യ സഹജമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നാളെ വീണ്ടും തെരച്ചിൽ തുടരുന്നുണ്ട്. ആർമിയും അതോടൊപ്പം നേവിയും STRF-ഉം NDRF-ഉം ഇവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ താൽക്കാലികമായി 2 മണിക്കൂറിലേക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് മുങ്ങൽ നിർത്തി എന്നാണ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തത്. അപ്പോഴും ഞങ്ങൾ 3 MLA-മാർ ഇവിടുത്തെ ഇൻചാർജ് മിനിസ്റ്ററോട് പറഞ്ഞു, രാവിലെ കേരളത്തിലെ AK ശശീന്ദ്രൻ, കേരളത്തിൻ്റെ ഫോറസ്റ്റ് മിനിസ്റ്റർ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആവശ്യപ്പെട്ടതും ഇന്നലെ കേരളത്തിൻ്റെ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടതും ഒരു കാരണവശാലും തെരച്ചിൽ നിർത്തരുത് എന്നുള്ളതാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ, പാൻഡോൻ്റെ കാര്യം വന്നു, ഡ്രഡ്ജിങ് മിഷൻ്റെ കാര്യം വന്നു, അതൊന്നും ടെക്നിക്കലായി കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിലും തെരച്ചിൽ നടത്താനുള്ള മാക്സിമം വഴികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തണം എന്ന് ഞങ്ങളുടെ പ്രതിഷേധ രൂപേണ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരാണ് നിർത്തി എന്ന് പറഞ്ഞത്? നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട DC-യുടെയും ഇവിടുത്തെ MLA-യുടെയും മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ 3 MLA-മാരെയും വിളിച്ച് ഇവിടുത്തെ അങ്കോല ഗസ്റ്റ് ഹൗസിൽ അടിയന്തരമായി അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. 1.5 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. ഞാൻ 10 ദിവസമായി, ഞാൻ കേരളത്തിൻ്റെ ഒരു MLA-ആണ്. എൻ്റെ ജീവിതത്തിൽ MLA ആയതിനു ശേഷവും മുമ്പ് പ്രസിഡൻ്റായ കാലയളവിൽ ഞാനൊരു 10 ദിവസം നാട് വിട്ടത് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. ജീവിതത്തിൽ ആദ്യമാണ്. നിയമസഭാ സമ്മേളനത്തിൽ പോയാൽ പോലും ശനിയാഴ്ച നാട്ടിലേക്ക് മടങ്ങിയെത്തും. 10 ദിവസം നിൽക്കാനുള്ള ഒറ്റ കാരണം, ഒരു ദിവസത്തേക്ക് എനിക്കുള്ള വസ്ത്രവുമായിട്ട് വന്ന ഒരാളാണ്. കാരണം അർജുൻ, ഞാൻ ജീവിതത്തിൽ അർജുനെ കണ്ടിട്ടില്ല. എൻ്റെ ജില്ലക്കാരനല്ല, മണ്ഡലക്കാരനല്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഒറ്റയായ വികാരം വന്നപ്പോൾ അർജുൻ എൻ്റെയും ഒരു അനുജനായിട്ട് മാറി. അർജുൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നിർബന്ധമായും പോകണമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ വന്ന ഒരാളാണ് 10 ദിവസം നിൽക്കുന്നത്. ഇപ്പോഴും ആ മീറ്റിംഗിലെടുത്ത ഒരു തീരുമാനം വലിയ തോതിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നമുക്കറിയാം, ഈ അർജുനെ കണ്ട് നമ്മുടെ ഏതോ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ, അവന് വേണ്ടിയുള്ള തിരച്ചിൽ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഈ പറയുന്ന തൊഴിലിനും അതിനും ഒക്കെ അപ്പുറത്ത് മാനുഷികമായ ചില ഘടകങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ശ്രീ സതീഷ് കൃഷ്ണസേലിന് നമ്മളോട് കൂടുതലായി എന്തോ പറയാനുണ്ടായെന്ന് ക്യാമറമാൻ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. Sri Satish Krishna Sail, my crew informed me that you have something more to add on. Yeah. See, at 11 o'clock, I talked to DC also from Tiruchi. Okay. And I have sent him the confirmation letter. Okay. Which I don't know whether you can see it. I will tell him to make it focus. I have told them that whatever the expenditure, whatever it is there, we will pay immediately. I was thinking that it is from Tamil Nadu. But now evening only I came to know that when I was talking to Ashraf ji, he told this DC is from Kerala. See, this is my transaction of the letter, correspondence, what I have did, and you can check with that time.
Why we will stop this activity, madam? You tell me. ഓക്കെ സർ. If I am writing this, then what is the reason to stop it? We were trying from every corner. You can check, no? You can see, na? Yes, I can. Just show there, please. I've seen that, No, Mr. just Sadiq show this. sir. I've seen that. No, And what we I are- wrote, just check. What I wrote, just check. Yeah. Okay, thank you very Don't, much. We trust you. We think look that up to you. we are We trust you. for our And both the if you are people continuing where- the mission, we'll be very much grateful to you. Thank you so much. ശ്രീ എ കെ മഷ്റഫ്, അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ Okay, ഡിപ്പാർട്ട്മെന്റുമായി madam. The ചേർന്ന് കൂടുതൽ മെഷീനറീസ് ഇവിടെ എത്തിക്കാൻ ഈ അഗ്രോ ഡ്രച്ച് ക്രാഫ്റ്റ് അതുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളെ കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതടക്കമുള്ള നീക്കങ്ങൾ കർണാടക നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. നമ്മളോട് ഒന്നും മറച്ചു വെക്കുന്നില്ല, നമ്മളിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം കേരളത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇപ്പം നമ്മൾ എല്ലാ രീതിയിലുള്ള തുടക്കം മുതൽ ഈ 10 ദിവസത്തെ അനുഭവത്തിൽ എല്ലാ ശ്രമവും നടത്തി. പക്ഷെ ഒരു ചോദ്യം, ഞാനിവിടെ അഞ്ചു ആണെന്ന് തോന്നുന്നു സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ലോറിയുടെ അടുത്തേക്ക് നമുക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ നേരത്തെ എന്നോടും കേരളത്തിലെ 1-2 ആളുകൾ വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മൾ അന്നൊന്നും നമ്മുടെ സജഷൻസ് അങ്ങനെയുള്ള കേരളത്തിൻ്റെ ഒന്നും ചർച്ചയ്ക്ക് വരുന്ന സന്ദർഭമായിരുന്നില്ല. ഇപ്പം നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ, എനിക്ക് അതിൻ്റെ കൃത്യമായ പേരറിയില്ല, ആഗ്രോ ക്രാഫ്റ്റ് എന്നറിയുന്ന ഒരു മിഷൻ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ മണ്ണ് മാന്താൻ കഴിയുമെന്നുള്ള നമ്മുടെ ഗംഗാവളി നദിയിലുള്ള മണ്ണ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആ മിഷൻ്റെ കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വന്നു. ഉടനെ തന്നെ ഞാൻ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലാ കലക്ടറുമായി സംസാരിച്ചത്. അതിനിടയിൽ വിജിൽ MLA PWD മിനിസ്റ്ററുമായി സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിവിടത്തേക്ക് എത്തിക്കാം എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നൽകിയപ്പോൾ ഇവിടുത്തെ DC-യും ഇൻചാർജ് മിനിസ്റ്ററും MLA-യും പറഞ്ഞു അത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യത പഠിക്കാൻ വേണ്ടി ഒരു ടെക്നീഷ്യൻ വരട്ടെ എന്ന് പറഞ്ഞു. ആ ടെക്നീഷ്യൻ മംഗലാപുരത്തേക്കോ ഗോവയിലേക്കോ എവിടെ വരുന്നെങ്കിലും ഞങ്ങൾ എസ്കോട്ട് കൊടുത്ത് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനിയുള്ള ഒരു പ്രതീക്ഷ ആ മിഷൻ കൊണ്ടുവന്ന് ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള ടീം ലൊക്കേറ്റ് ചെയ്ത കോണ്ടാക്ട് പോയിന്റ് 4 ആ പ്രദേശത്തേക്ക് ആ മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ ഇതൊക്കെ പറയുന്ന സന്ദർഭത്തിൽ എല്ലാ സമയങ്ങളിലും സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇവരേറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യം, നേവിയുടെ തലപ്പത്തുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ്, പാലക്കാടുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നേവി 8 നോട്ട്സിലൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല. ഈശ്വർ മൽപ്പ ഇറങ്ങുന്നതിനോട് പോലും അവർക്ക് പല വിയോജിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തോട് കൃത്യമായ ഒരു പ്രോട്ടോകോൾ പാലിച്ച് ആ അണ്ടർടേക്കിംഗ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തെ ഈ മുങ്ങാൻ ഇന്ന് അയച്ചത്. ഇന്നും അദ്ദേഹം 2 പ്രാവശ്യം മുങ്ങുന്ന സമയത്ത് വലിയ റിയൽ ടെൻഷൻ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഞാൻ അദ്ദേഹം ഇന്നലെ ഇറങ്ങുമ്പോൾ തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ 1000-ഓളം ഓപ്പറേഷൻ നടത്തിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. ഇന്ന് അദ്ദേഹവും എത്ര മുങ്ങിയാലും എനിക്ക് കിട്ടുന്നത് പാറക്കല്ലുകളാണ്, ചെളിവെള്ളമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാനൊരു MLA എന്ന നിലയ്ക്ക് പല പരിമിതികൾക്കുള്ളിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് 10 ദിവസക്കാലം കൂടി നടന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, മീഡിയകളോട് പറഞ്ഞൊരു കാര്യം, നമ്മുടെ CM-ഉം കർണാടക CM-ഉം തമ്മിൽ ഒരാശയവിനിമയം അത് കൃത്യമായി നടത്തി പ്രതിപക്ഷ നേതാവിനെയും വിശ്വാസത്തിലെടുത്ത് നമുക്ക് ഏത് രീതിയിൽ കേന്ദ്ര മന്ത്രിമാരാണ് ആ രീതിയിൽ ഒരു അടിയന്തിരമായ ഒരു ഇടപെടൽ നടത്തിയിട്ട് ഒരു B പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകത നിർബന്ധമായി നമ്മുടെ